ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് സീന മാം ആണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും സുപരിചിതയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട്, നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയാറുണ്ട്. എന്നാലും സീന മാം കോഴിക്കോട് സ്വദേശിനിയാണ്, ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലേ, എന്താന്ന് നമുക്ക് കേട്ട് നോക്കാം എന്താണെന്നുള്ളത്. വിബ്ജിയോർ ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സീന മാമിനെ സ്നേഹപൂർവ്വം അല്ലെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. സീന മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. താങ്ക് യു റവ് സാർ, നല്ല രീതിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നമ്മളെല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ കോഴിക്കോട് തന്നെയാണ്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. എല്ലാവരും നോമ്പിൻ്റെയും അല്ലേ അത്താഴമൊക്കെ കഴിച്ച് അല്ലേ റവ് സാറേ, അങ്ങനെ ഉഷാറായിട്ട് മറ്റൊരു എത്രാമത്തെ ആയി നോമ്പ്? ഹലോ, കേൾക്കുന്നില്ലേ? 6 അല്ലേ. ഓ, നോമ്പ് തുടങ്ങിയ വേഗം വേഗം ദിവസങ്ങൾ പോകുന്നത് പോലെയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും അങ്ങനെ ആ ഓടിപ്പോകുന്നത് പോലെയാണ് അല്ലേ. അതെ അതെ, എനിക്ക് 6 തീരാറായി, നോമ്പ് തുറക്കാറായി. ഓ, റാവ് സാർ ഇപ്പൊ നോമ്പ് തുറക്കലിന്റെ തിരക്കിലേക്കാണ് അല്ലേ. ഏതായാലും നല്ല ഭക്തിയുടെ ഒരു നാളുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ നല്ലൊരു ചെറിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളെ മുന്നോട്ട് വരികയാണ്. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, സ്നേഹം ഒക്കെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വിബ്ജിയോർ. വിബ്ജിയോർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക? എന്താണ് വിബ്ജിയോർ? റെയിൻബോ. യെസ്, റെയിൻബോ. നമ്മുടെ കുട്ടിക്കാലത്തെ കേട്ടു അല്ലേ. പിന്നെ ഇപ്പോഴും കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു ആകാശ വിസ്മയം തന്നെയാണ് ശരിക്കും എന്ത് മഴവില്ല് എന്ന് പറയുന്നത്. ഈ മഴവില്ല് കാണുന്നത് അല്ലെ, മഴവില്ല് ഉണ്ടാവുന്നത് എപ്പോഴാണ്? മഴ കഴിഞ്ഞിട്ട് സൂര്യനും കൂടെ ഉള്ള സമയത്ത്. യെസ്, അതാണ്. എന്തെങ്കിലും ഒരു മഴക്കാല മഴ പെയ്ത് തോർന്ന് പിന്നെയാണ് ആ സൂര്യനും കൂടെ ഉണ്ടാകുന്ന ആ സമയത്താണ് മഴവില്ല് ആകാശത്തുണ്ടാവുക. അത് ഞാൻ ഈ മഴവില്ലിന്റെ ഈ വർണ്ണങ്ങളെ അതായത് ഈ വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് മനോഹരമാവുന്നത് ഈ മഴവില്ലെന്ന് പറയുന്നത്. ഈ മഴവില്ലിന്റെ വർണ്ണങ്ങളെയാണ് നമ്മൾ വിബ്ജിയോർ എന്താണ് കോഡ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ, ഇത്ര വർണ്ണങ്ങൾ. അപ്പോൾ ഇത്രയും വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് കഴിയുമ്പോഴാണ് ഉണ്ടാവുമ്പോഴാണ് മഴവില്ല് മനോഹരമാകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ മഴവില്ലിനഴകുപോലെ മനോഹരമായി നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നാണ് ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വിബ്ജിയോറിനെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന ചില വാല്യൂ പോയിന്റ്സുകളാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെഷനിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റ് വിബ്ജിയോറിൽ ഫസ്റ്റ് വൺ, വി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വിബ്ജിയോറിൽ വയലന്റ് ആണ് അല്ലെ. വിബ്ജിയോറിൽ വയലന്റ് ആണ്. എന്നാൽ നമ്മള് ഇവിടെ താങ്ക് യു സുസൻ മാം എന്തോ ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോറി, ഇല്ല, ഞാൻ പറയാൻ വന്നത് വി കൊണ്ട് ഉദ്ദേശിക്കുന്ന വിഷ്വലൈസേഷൻ ആണോ എന്ന് ചിന്തിച്ചത്. യെസ്, അതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത വിഷൻ ആണ്. അതായത് അത് തന്നെ, അതായത് നമ്മളെ വി എന്ന് ഉദ്ദേശിക്കുന്നത് വിഷൻ. വിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വിഷൻ. അതില്ലെങ്കിൽ, ഈ വിഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. മഴവില്ലിലെ ആദ്യത്തെ നിറം തന്നെ വയലറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷൻ വീനെ വയലറ്റ് എന്നുള്ളതിന്, അതായത് ഉള്ളിലുള്ള നിറം എന്താണ്,
നമ്മുടെ വയലറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിഷൻ ആണ്. ഈ വിഷൻ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെ എത്തില്ല അല്ലെ. ഒരു കപ്പല് ഒരു ലക്ഷ്യമില്ലാതെ കടലിലൂടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒക്കെ ആണെങ്കിൽ പോലും എവിടെ എത്തണം എന്നറിയില്ലെങ്കിൽ എവിടെ എത്തിച്ചേരില്ല. അതിങ്ങനെ കടലിൽ ഒഴുകി നടക്കുകയാണ് ചെയ്യുക. അതുപോലെ ആവരുത് നമ്മുടെ ജീവിതം. നമുക്ക് നല്ലൊരു വിഷൻ നമുക്ക് ഉണ്ടാവണം. ഇതൊരിക്കൽ ഹെലൻ കെല്ലറെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലെ. പ്രശസ്തയായ ഹെലൻ കെല്ലറോട് ഒരാൾ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് ഈ നമുക്കറിയാം കാഴ്ചയും അല്ലെ കേൾവിയും നഷ്ടപ്പെട്ട ലോക പ്രശസ്തയായ വ്യക്തിയാണ് ഹെലൻ കെല്ലർ. അതായത് ജനിച്ചപ്പോഴുണ്ടായിരുന്നു, പിന്നീടാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനിൽ ഒരു ദിവസം ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അതായത് ഈ കാഴ്ചയും കേൾവിയും ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാൾ അത്രയും മാരകമായ ഒരു ദുരന്തം ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് വന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹെലൻ കെല്ലർ അയാളോട് തിരിച്ചു പറയാണ്, അതും അന്നേരം പറയാണ് ഉണ്ട്. അതായത് അതിനേക്കാൾ വലിയ ദുരന്തം ഭൂമിയിലുണ്ട്. അതായത് യാതൊരു വിഷനുമില്ലാതെ, കാഴ്ചയുണ്ടായിട്ടും കേൾവിയുണ്ടായിട്ടും യാതൊരു വിഷനുമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേർ ലോകത്തുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഹെലൻ കെല്ലർ ആ വ്യക്തിയോട് പറയുന്നത്. അപ്പോഴാണ് വിഷന്റെ, ഇത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ആ വിഷന്റെ പ്രാധാന്യത്തെയാണ്. നമ്മുടെ ജീവിതത്തിൽ വിഷൻ എന്ന് പറയുന്നത് ഈ കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചയേക്കാൾ അല്ലെ അതിനേക്കാൾ ഏറെ നമ്മുടെ മനസ്സ് കൊണ്ട് കാണുന്നതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. ആ വിഷൻ എല്ലാ വ്യക്തികളും നല്ല രീതിയിൽ ആദ്യമേ നമ്മളൊരു വിഷൻ ചെയ്താൽ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു നല്ലൊരു പാത്ത് നമ്മുടെ മുന്നിൽ തെളിയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 5-6 വർഷം മുൻപാണ് ഞാൻ IIM കേട്ടിട്ടുണ്ടോ, കോഴിക്കോട് ജില്ലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ നമുക്ക് അവിടെ പിന്നെ ഒരു അർജുനന്റെ സ്റ്റാച്യു കാണാം, അമ്പെയ്യുന്ന അർജുനന്റെ സ്റ്റാച്യു. അപ്പോൾ അന്ന് ഒരു 6 വർഷം മുൻപ് ഞാൻ ഹസ്ബൻഡിന് അവിടെ പോകേണ്ട ഒരു കാര്യം വന്നപ്പോൾ പോയതാണ് കൂടെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ഓക്കെ വലിയൊരു ഇതൊന്നും തോന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണ് വിടാന്ന് ഇങ്ങനെയെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ നമ്മൾ വിഷൻ എടുത്തപ്പോൾ എനിക്കത് മനസ്സിലേക്ക് ഓടി വന്ന്. കാരണം അർജുനന്റെ ആ ഒരു സ്റ്റാച്യുവിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ആ സ്റ്റോറി. ദ്രോണാചാര്യര് ശിഷ്യരെ പരിശീലിപ്പിക്കുകയാണ്. അമ്പെയ്ത്ത് പരിശീലിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മത്സരം വെക്കും. മത്സരം വെച്ചിട്ട് പറയും ആ ഒരു മരത്തിലുള്ള കിളിയെ അമ്പെയ്യാൻ പറയാണ്. അപ്പോൾ ഓരോരുത്തരോടായിട്ട് ദ്രോണാചാര്യർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെയാണ് കാണുന്നത് എന്ന്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു മരം കാണുന്നുണ്ട്, ഇലകൾ കാണുന്നുണ്ട്, എല്ലാം അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു. ലാസ്റ്റ് അർജുനന്റെ ഊഴം എത്തിയപ്പോൾ അർജുനനോട് ചോദിച്ചത്, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതുപോലെ ആയിരിക്കണം നമ്മുടെ വിഷൻ. മറ്റുള്ള ചുറ്റുപാടുള്ള എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. അപ്പൊ അർജുന യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ച പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ ആ ഒരു സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മുടെ വിഷൻ അത്രയും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം എന്നാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസിയായി നമ്മുടെ വിഷനിലേക്ക് എത്താൻ കഴിയും. വിഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ഉണ്ടാകുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ വിഷൻ ഉള്ളവരാണെന്ന് എനിക്കറിയാം. ഇനിയും നമ്മൾ ഓരോരോ വിഷനുകൾ നമ്മൾ മുന്നോട്ട് ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത വിഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ജീവിക്കാനുള്ള നല്ലൊരു എനർജി കൂടിയാണ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ വി എന്നുള്ളത് അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഐ എന്നുള്ള ഇതിലേക്കാണ് പോകുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ എന്നതാണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഐ എന്നത് ഞാൻ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ പോയിന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഇന്നർ സ്ട്രെങ്ത്. ഐ എന്നത് ഇന്നർ സ്ട്രെങ്ത്. ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്ത് ഉണ്ടായിട്ടും കാര്യമല്ല, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതായത് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്, അതായത് നമുക്കൊരു കരുത്ത് ഉണ്ടാവണം അല്ലെ. ഈ കരുത്തിൽ നിന്നാണ് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ കഴിയുക. ഈ കരുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര വളരെ സിമ്പിളൊന്നുമല്ല. ചില സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കരുത്ത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല.
അപ്പൊ ആ തിരിച്ചറിയാൻ കഴിയാത്തിടത്ത് ചില ആളുകൾക്ക് പലപ്പോഴും അതാണ്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയൊക്കെ അധികം വരുമ്പോഴും പോലും ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാവരും പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു മിനിറ്റ്. ഉദ്ദേശിക്കുന്നത് ഇന്നർ സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ, ആ കരുത്തിനെ നമ്മൾ തിരിച്ചറിയണം. അവിടെ ഞാൻ ഒരു ചെറിയൊരു കഥയിലൂടെ പോവാം. അതായത് ഒരു സിംഹക്കുട്ടി, ചെറിയൊരു സിംഹക്കുട്ടി ജനിച്ചപ്പോഴേ ആ സിംഹക്കുട്ടി കുറേ ആട്ടിൻകൂട്ടത്തിന്റെ നടുവിലായിപ്പോയി. അതായത് ജനിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആട്ടിൻകൂട്ടത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ എത്തിപ്പെട്ട് അതിന്റെ കൂടെ തന്നെ വളർന്ന്, അപ്പോൾ ആ സിംഹക്കുട്ടി, ഞാനും ആടാണെന്ന് കരുതി ആ ആട്ടിൻകുട്ടികൾ എന്തൊക്കെ ചെയ്തോ ആ രീതിയിലുള്ള പരിശീലനമാണ് ആ സിംഹക്കുട്ടിക്കും കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് വലിയൊരു സിംഹം വന്ന് ഈ ആട്ടിൻകുട്ടികളെ പിടിക്കാൻ വേണ്ടി ഇരയെ തേടി നടക്കുന്ന സമയത്താണ് ഈ കൂട്ടത്തിൽ ഒരു സിംഹക്കുട്ടി ഉള്ളത് കണ്ടത്. അങ്ങനെ തിരിച്ച് ആ വലിയ സിംഹം ഈ ചെറിയ സിംഹക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള പിന്നെ കുളത്തിനടുത്ത് കൊണ്ടുപോയി സ്വന്തം പ്രതിബിംബം കാണിച്ചു കൊടുക്കാണ്. ആ സമയത്താണ് സിംഹക്കുട്ടി തിരിച്ചറിയുന്നത്, ഞാൻ ആട്ടിൻകുട്ടിയല്ല, ഞാൻ സിംഹക്കുട്ടിയാണ്. അവിടെ ഒരു റിയലൈസേഷൻ വരികയും അതോടൊപ്പം തന്നെ പിന്നീട് കാട്ടിലെ രാജാവായി മാറി അത് ഒരു സിംഹമായിട്ട് ജീവിക്കുകയാണ് ആ സിംഹക്കുട്ടി ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഈ ഒരു സ്റ്റോറിനെ കണക്ട് ചെയ്ത്, ഇതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കരുത്തുണ്ടാവും. ആ കരുത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും പ്രതിസന്ധികൾ വരുമ്പോൾ ആ കരുത്ത് നമ്മൾ പുറത്തെടുക്കുകയും വേണം. വെറുതെ കരുത്തുണ്ടായിട്ട് കാര്യമല്ല. നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ കരുത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കരുത്തിനെ തിരിച്ചറിയണം. പലരും പല സാഹചര്യങ്ങൾ കാരണം അല്ലെ പലപ്പോഴും അവരുടെ ഉള്ളിലുള്ള കരുത്ത് അറിയാതിരിക്കാം. നമ്മുടെ എന്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ശബ്ദം, അതായത് എനിക്ക് സാധിക്കും എന്നുള്ള നമ്മുടെ തന്നെ ശബ്ദമാണ് ശരിക്കും നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. നമുക്ക് പറയാൻ കഴിയണം, എനിക്കിത് സാധിക്കും, ഞാനത് ഈ പ്രതിസന്ധിയും ഞാൻ തരണം ചെയ്യും എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം. അങ്ങനെയുള്ള ആ ഒരു കരുത്ത് എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും തന്നെ അഥവാ തിരിച്ചറിഞ്ഞ ആളുകൾ തന്നെയായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ കരുത്തിനെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കരുത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോവുക ജീവിതത്തെ. ഇനി മൂന്നാമത്തെ പോയിന്റ് അപ്പോൾ VI കഴിഞ്ഞു, നെക്സ്റ്റ് B ആണ്. ബി എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം ഉദ്ദേശിക്കുന്നത്? ബി ഞാൻ തന്നെ പറയാം. ബി എന്ന് പറയുന്നത് ബാലൻസ്. ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സമയവും ബാലൻസ് നിർബന്ധമാണ് അല്ലെ. ഒരു സൈക്കിൾ ചവിട്ടുന്ന ആളുകൾക്ക് അല്ലെ, അവിടെ ബാലൻസ് ഇല്ലെങ്കിൽ സൈക്കിൾ മറിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ നമുക്ക് എന്തും ബാലൻസ് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതായത് ഒരിക്കൽ ഒരു യുവാവ് പിന്നെ ഒരു വളരെ ഗുരുവിനോട് വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താന്ന്. അപ്പോൾ ഈ സന്തോഷം കണ്ടെത്താനുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഗുരു ഒരു സ്പൂണില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഒരു ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വലിയൊരു കൊട്ടാരണ്ട്, ആ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൊട്ടാരത്തിന് ചുറ്റും എന്ത് ചെയ്യാന്, ഒന്ന് റൗണ്ട് ചെയ്ത് പോരണം. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, ഈ എണ്ണ ഒരിക്കൽ പോലും എന്താക്കരുത്, താഴെ ചിന്തരുത്. യെസ്, അങ്ങനെ അത് പറഞ്ഞ് അങ്ങനെ ഇയാള് ഫസ്റ്റ് ചെയ്ത് വന്നപ്പോഴും ഗുരുവിന്റെ അടുത്തെത്തിയപ്പോൾ ഗുരു ചോദിച്ചു, എണ്ണ എത്ര ഉണ്ട്? അപ്പോൾ അവിടെ എണ്ണ ഒന്നും ആയിട്ടില്ല, എണ്ണ കറക്റ്റ് ചിന്താതെ പോയി. അന്നേരം ചോദിച്ചു, ഈ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും നീ വളരെ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നീ കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഞാനൊന്നും കണ്ടില്ല. അപ്പം നെക്സ്റ്റ് ടൈം പറഞ്ഞു, എന്നാൽ നീ ആ കാഴ്ചകൾ കണ്ടുവരൂ, ഈ എണ്ണയുമായിട്ട് തന്നെ പോയാൽ മതി. അടുത്ത തവണ പോയി വന്നപ്പോൾ ചോദിച്ചു, എന്താണ് നീ കണ്ടത്? അപ്പം മനോഹരമായ കാഴ്ചകളെ കുറിച്ച് വിശദീകരിച്ചു. പക്ഷെ അവിടെ സ്പൂണിൽ തീരെ എണ്ണയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ഉത്തരവാദിത്വം നമ്മൾ ചില സുഖ സൗകര്യങ്ങൾ അല്ലെ ചില കാഴ്ചകളോ കാണുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ ഉത്തരവാദിത്തങ്ങൾ പോലും അല്ലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല ഫങ്ഷൻസ് ധർമ്മങ്ങൾ ഉണ്ടാവല്ലോ, നമുക്ക് അതുപോലും നമ്മളോട് മറന്നു പോകുന്ന സ്ഥിതികൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം സ്ഥിതികൾ ഒരിക്കലും ഉണ്ടാവരുത്. നമുക്കൊരു ബാലൻസ് ചെയ്തു പോവാൻ സാധിക്കണം. അതായത് ചില ആളുകളുണ്ട്, ജോലി തിരക്ക് അല്ലെ വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ
ബിസിനസിന്റെ തിരക്കിൽ അവരവരുടെ കുടുംബത്തെ മറന്നു പോവാറുണ്ട്. പലപ്പോഴും അവരുടെ കുട്ടികളോടൊത്തുള്ള നല്ല നിമിഷങ്ങൾ, അല്ലെ, കുടുംബത്തോടൊത്തുള്ള പല നല്ല നിമിഷങ്ങൾ അവർ നഷ്ടപ്പെടുത്താറുണ്ട്. ഇത്തരം നഷ്ടപ്പെടുത്തലുകൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, ആരോഗ്യം, ഇല്ലേ, ഇതെല്ലാം കൂടെ നമുക്ക് ബാലൻസ് ചെയ്തു പോവാൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കഴിയണം. ജോലിയും മസ്റ്റാണ്, കുടുംബവും മസ്റ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും, അല്ലേ, ഇതെല്ലാം കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിയണം. ഇത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ ചിലപ്പോഴും നമ്മൾ എന്താക്കാറുണ്ട്, ചില കാര്യങ്ങൾ വിട്ടുപോവാറുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുപോവാതെ നമുക്കൊരു ബാലൻസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക, എന്താണ് നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം എന്ന് എല്ലാവരും തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ എവിടെയെങ്കിലും ഒരു ബാലൻസ് കുറയുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ആരോഗ്യ കാര്യത്തിൽ, ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞൊരു 1 വീക്ക് തീരെ വയ്യാത്തൊരു കണ്ടീഷൻ വന്നു. അത് ബാക്ക് പെയിന്, കഴുത്തിന്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. സംഗതി എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഓവർലോഡ് വർക്കിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ കുറേ ടൈം ഇരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, ഉറക്കമൊക്കെ കുറവാകുക. അന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് പലരും പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ജോലി ഉണ്ടെങ്കിലും നമുക്ക് ഉറങ്ങേണ്ട ഒരു ടൈം ഉണ്ട്, അല്ലേ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെല്ലാം വേണം. അല്ലാതെ കുറേ നമ്മളിപ്പോൾ തിരക്ക് പിടിച്ചോടി കുറേ പണം ഉണ്ടാക്കിയിട്ടോ അല്ലെ കുറേ കാര്യങ്ങൾ നേടിയിട്ടോ കാര്യമില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. ഇനി നെക്സ്റ്റ് പോയിന്റ് വിബ്ജി ഓർലെ ജി ആണ്. ജി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ആണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് പോവരുത്, അല്ലെ. ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമുക്ക് ജീവിതത്തിൽ പലതരം, എന്താണ്, ചിലപ്പോൾ ചില ആളുകൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നമുക്ക് തോന്നാം, അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഡെയിലി എങ്കിലും, അല്ലെ, എന്താണ്, 1% നമ്മൾ ഇന്ന് എവിടെയാണോ അതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം. അതാണ് നമ്മുടെ ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വളർച്ച എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോ സമയം, ഈ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പണം ഉണ്ടാക്കലോ അല്ലെങ്കിൽ വെറും അല്ലെ വീട്, കാർ, അങ്ങനെ മാത്രമല്ല, നമ്മളെല്ലാ അർത്ഥത്തിലും മാനസികമായും, അല്ലെ, ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് എന്തുണ്ടാവണം, നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഈ ഗ്രോത്ത് അതായത് വീട് വെക്കുന്നതോ ജോലിയോ നേടുന്നോ ഒന്നും അത് മാത്രമല്ല ഗ്രോത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ, ഇതിലൊക്കെ നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നല്ല എന്താണ്, വളർച്ച നമുക്ക് ഉണ്ടാവണം. എപ്പോഴും നമ്മൾ കാണാറുണ്ട്, അല്ലെ, പല കാര്യങ്ങളിലും എന്താണ്, പലരും എന്തെങ്കിലും ഒന്ന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ അവിടെ നിർത്തി. അങ്ങനെ നമ്മൾ പാടില്ല. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എനിക്ക് അടുത്തത് എന്ത്, അല്ലെ, അതുപോലെ തന്നെ അത് വായനയിലൂടെയും അങ്ങനെയുള്ള രീതിയിലൂടെയാണ് നമ്മൾക്ക് വളർച്ചയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രോത്ത് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മൾ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ പോയിന്റ്സ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വൈ. വൈ എന്നത് ഞാനിവിടെ എടുത്തത് യൂത്ത്ഫുൾനെസ് ആണ്. എന്താണ് യൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യുവത്വം, അല്ലേ. അതായത് നമുക്ക് യുവത്വം, ഉന്മേഷം, നമ്മൾ യെല്ലോ കളറാണ് ശരിക്കും. യെല്ലോ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു വളരെ ഒരു ഭംഗിയാണ്, അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ. ഈ ചില ആളുകളുണ്ട്, ഈ 20 വയസ്സിൽ ഒന്നും ചെയ്യാതെ, എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ്, പലപ്പോഴും എന്തിലേക്ക് പോവാറുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ യൂത്ത് ആണെങ്കിൽ പോലും അവരൊരു വൃദ്ധന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവാണ്. എന്നാൽ അതേ സമയം നമ്മളിപ്പോൾ 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ എന്തെങ്കിലും പുതുതായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, വൃദ്ധരാവുന്നത് പോലും നമ്മൾ അറിയില്ല. അവരാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്, അവർ യൂത്തായിട്ട് നിലനിൽക്കുന്നത്. യൗവനം എപ്പോഴും നമുക്ക് നിലനിർത്താൻ കഴിയും. നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് യുവത്വത്തെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ്, എപ്പോഴും നമ്മുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ചിന്തകളും നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രീ ആവും. ഇത് പിന്നെ രസകരമായ ഒരു കഥ കൂടെ ഉണ്ട്. അതായത് 2 സന്യാസിമാർ പോവുകയാണ്.
അതിൽ ഒരു സന്യാസി മുതിർന്ന സന്യാസിയാണ്, അതിൽ ചെറുപ്പക്കാരനാണ് മറ്റേ സന്യാസി. ഇവര് സന്യാസിമാർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പുഴയുടെ അടുത്ത് പുഴയുടെ അടുത്ത് എത്തിയപ്പോഴേ ഈ സന്യാസി ചോദിക്കുക, ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, പുഴ കടക്കാൻ പേടിയായിട്ട്. അന്നേരം പിന്നെ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ മുതിർന്ന സന്യാസി ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അപ്പുറത്ത് കടത്തി കൊടുക്കുകയാണ്. അങ്ങനെ കടത്തി അവിടെ നിർത്തി. അങ്ങനെ ശരിക്കും ഇവരുടെ സന്യാസിമാരിൽ ഒരു നിയമമുണ്ട്, സ്ത്രീകളെ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് ഈ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, നമുക്കത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് കുറച്ച് പ്രായം കുറഞ്ഞ സന്യാസി ചോദിക്കുന്നുണ്ട്, നമുക്കത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് കുറേ ദൂരം സഞ്ചരിച്ച് കുറേ ദൂരം എത്തിയപ്പോഴും ഈ മറ്റേ ചെറുപ്പക്കാരനായ സന്യാസി ചോദിക്കുക, അല്ല ശരിക്കും നമുക്ക് ആ പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതൊരു തെറ്റല്ലേ ചെയ്തത്, നിങ്ങൾ തൊട്ടില്ല എന്ന് ചോദിക്കുക. അപ്പോൾ മറ്റേ മുതിർന്ന സന്യാസി പറഞ്ഞു, ആ പെൺകുട്ടിയെ ഇപ്പോഴും നീ ചുമന്ന് നടക്കുകയാണ്. ഞാൻ ആ ചുമട് ആ പുഴത്തെ തുടക്കത്തിൽ എടുത്ത് ആ പുഴയുടെ അക്കരെ എത്തിയപ്പോൾ ഞാൻ ആ ചുമട് ഇറക്കി വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ആ ചുമടില്ല, പക്ഷെ നീ ഇപ്പോഴും അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിലും ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മുടെ എന്താ ജീവിതത്തിലെ എന്തെങ്കിലും ഭാരങ്ങളാവാൻ, മാനസികമായിട്ടുള്ള ടെൻഷനുകളാവാൻ, ചിന്തകളാവാൻ, ഇതൊക്കെ നമ്മളെല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ചുമന്നു കൊണ്ടുപോവുക. ഈ ചുമന്നു കൊണ്ട് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ 30 വയസ്സല്ല 20 വയസ്സുള്ള ആളുകൾ പോലും പെട്ടെന്ന് എന്താവും, പ്രായമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആക്കി അല്ലെ, സന്തോഷങ്ങൾ കൊണ്ട് നിറച്ച് നല്ല രീതിയിൽ വായനയിലൂടെയും പുതിയ നല്ല നല്ല ടെക്നിക്സ് ഉപയോഗിച്ച് എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ 60 ആണെങ്കിലും 70 ആണെങ്കിലും നമ്മളൊരു 25-30 ആ ഒരു രീതിയിൽ നമ്മൾ നിലനിന്ന് പോകും. അതാണ് വൈ എന്ന പോയിന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് O ആണ്. O എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഒരുപാട് നമുക്ക് പല കാര്യങ്ങളും ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ പോയിന്റ്സ് ആണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും എനിക്ക് അവസരങ്ങൾ വരുന്നില്ലല്ലോ എന്ന്, പക്ഷെ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഓറഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സൂര്യൻ ഉദിക്കുമ്പോൾ എന്ത് നിറാണ്, ഓറഞ്ച് അല്ലേ. എന്നാൽ അതേപോലെ തന്നെയാണ് സൂര്യൻ അസ്തമിച്ചു വരുമ്പോൾ അല്ലെ, അസ്തമിക്കുന്ന സമയത്തും ഓറഞ്ചാണ്. അപ്പോഴവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സമയത്തും ഓരോ അസ്തമയത്തിനും പിന്നീട് എന്ത് വരുന്നുണ്ട്, ഒരു ഉദയം വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സൺറൈസും സൺസെറ്റും ആ രീതിയിൽ വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും എന്തെങ്കിലും ഒന്ന് അടയുമ്പോൾ അല്ലെ, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ചിലപ്പോഴും നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മുടെ ഒരു വാതിലിലൂടെ ഓപ്പർച്യൂണിറ്റി വരും, മറ്റൊരു വാതിലിലൂടെ കടന്നു പോകും. ആ വാതിലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് അതിനെ പിടിച്ചു വെക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നല്ലൊരു രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു കഴിവ് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് ഞങ്ങൾ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ഒക്കെ മാനേജ്മെന്റ് ക്ലാസ്സും അല്ലെ മാർക്കറ്റിംഗ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഷൂ കമ്പനിയുടെ സ്റ്റോറി. ഞാൻ ഇതിൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഷൂ കമ്പനി ആഫ്രിക്കയിലുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോയിട്ട് പറയാണ്, അതായത് നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി 2 ആളുകളെ അയക്കുകയാണ്. അതിൽ ആദ്യത്തെ ചങ്ങാതി പോയി പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പ് ധരിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കമ്പനി മാനേജർക്ക്. എന്നാൽ 2ാമത്തെ ആള് പോയിട്ട് പറയാണ്, ഇവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലിയൊരു മാർക്കറ്റിന് ഇവിടെ നമുക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ രണ്ടും 2 കാഴ്ചപ്പാടാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ അവിടെ ആരും ഷൂ ചെരുപ്പ് ധരിക്കാത്തതുകൊണ്ട് ഷൂ വിൽക്കാനേ സാധിക്കില്ല എന്ന് പറഞ്ഞു. മറ്റേ ആള് അതാണ് അവസരം. കാരണം ഇവിടെ ഷൂ ആരും ധരിക്കുന്നില്ല, അത് നമുക്ക് നല്ലൊരു മാർക്കറ്റിനുള്ള അല്ലെ നല്ലൊരു സാധ്യതയാണെന്ന് കമ്പനിക്ക് തിരിച്ചറിയിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കാം പലതും നമ്മുടെ ലൈഫിൽ നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ കാണാതെ പോവാറുണ്ട്. അങ്ങനെ കാണാതെ പോവാതെ അവസരങ്ങളെ നമ്മൾ വിജയങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ലാസ്റ്റ് വൺ R ആണ്. R എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേ ഉള്ള കളറാണ് റെഡ് അല്ലെ. റെഡ് നമ്മളെപ്പോഴും അപകട സൂചനയൊക്കെ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത് അല്ലെ.
ഈ റെഡ് കളറിന്. പക്ഷെ ആ അപകട സൂചനയാണെങ്കിൽ പോലും അതിലൊരു വീരാളിയുടെ ഒരു സ്റ്റോറി പോലെ നമുക്ക് കൊണ്ടുവരാമല്ലോ ശരിക്കും. അപ്പൊ ഞാനിവിടെ റെഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ റെസിലിയൻസ് ആണ് അല്ലെ. എല്ലാവരും, പലർക്കും അതിജീവനത്തിന്റെ പല കഥകൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോൾ തളർന്നു പോയി, ആ സമയത്തൊക്കെ നമുക്ക് ഉയർന്നു വരാൻ കഴിയണം. ഇപ്പൊ ഒരു പെൻസിൽ കച്ചവടക്കാരുണ്ടായിരുന്നു. അയാള് ബോക്സിലാക്കുമ്പോൾ പെൻസിൽ എല്ലാം കൂടെ ഹോൾസെയിലായിട്ട് സെയിൽ നടത്തില്ല, ഹോൾസെയിലാക്കി നടത്തുമ്പോൾ അദ്ദേഹം ആ പെൻസിലിനോട് പറയാണ്, നിനക്ക് എന്തുണ്ടാവും, ഒരുപാട് ചെത്തലുകൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും. ആ ചെത്തലുകളൊക്കെ നിന്നെ വളരെയധികം വേദന ഉണ്ടാക്കും. പക്ഷെ ആ ചെത്തലുകളും ആ വേദനകളും ഉണ്ടാവുമ്പോഴാണ് നിനക്ക് നല്ല മനോഹരമായിട്ട് എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഓരോ പെൻസിലിന്റെ ആ സ്റ്റോറി പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില വേദനകളിലൂടെയും ചില സങ്കടങ്ങളിലൂടെയും ചിലപ്പോൾ പോയിരിക്കാം, എല്ലാവരും അല്ല, ചില ആളുകൾ. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതിജീവനത്തിന് അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പൊ റെസിലിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ പോയിന്റ്സ് ആണ്. അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഈ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വിബ്ജിയോറിനെ, നമ്മളെ വയലറ്റ്, ആ 7 നിറങ്ങളെ ഞാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരാണ്. ഈ 7 വാല്യൂ പോയിന്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫും മഴവില്ലിനെ പോലെ നമുക്ക് വളരെയധികം മനോഹരമാക്കി മാറ്റാം. മഴവില്ലിനെ വർണ്ണിക്കാത്ത കവികളില്ല അല്ലെ, പാടാത്ത ഗായകരില്ല. ഒരുപാട് ഗാനങ്ങളുണ്ട് മഴവില്ലിനെ കുറിച്ച് പാടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലേ. ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് എന്താണ്, നമ്മള് ഇതില്ലേ, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരെന്നുള്ള ചന്ദ്രകളഭം ചാർത്തി ഉണർ. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞ മഴവില്ലാണ്. അപ്പോഴ് അവിടെയും മഴവില്ലിനെയാണ് ആ വയലാർ വർണ്ണിച്ചിരിക്കുന്നത്. ഇതുപോലെ അല്ലെ, മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി അല്ലെ, ആ ഒരു പാട്ട് കേട്ടില്ലേ. അവിടെ ആ വെണ്ണിലാക്കിളി എന്നുള്ള ആ പെൺകുട്ടിയെയാണ് അവിടെ മഴവില്ലിൽ കൊതുമ്പിലേറി വന്ന എന്ന് അവിടെ എന്താണ് ആ ഗാനരചയിതാവ് വർണ്ണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് മഴവില്ല് കാണാൻ കഴിയും. ഈ മഴവില്ലിലെ 7 വർണ്ണങ്ങളെ നമ്മുടെ ഈ വാല്യൂ പോയിന്റ്സിലേക്ക് അല്ലെ, വിബ്ജിയോർ എന്നുള്ള 7 വർണ്ണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതം വളരെ മഴവില്ലിനഴകുപോലെ വളരെ മനോഹരമാക്കി വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും പറയുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് കൂടി ഒരിക്കൽ കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ചെറിയൊരു PDF-ന്റെ ഒരു ഇത് ഞാൻ ലാസ്റ്റ് ആക്ടിവിറ്റി മോഡലിൽ ഞാൻ ഒന്ന് തരികയാണ്. നിങ്ങൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടാസ്ക് ആണ്, സെൽഫ് അസസ്മെന്റ് ആയിട്ട് നിങ്ങളത് ഉപയോഗിക്കണം. അതായത് ഓരോ പോയിന്റും, അതായത് നമ്മുടെ വിഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ബാലൻസ് എത്രത്തോളം, നിങ്ങൾ റേറ്റിംഗ് ഓഫ് ബാലൻസ് നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ ലൈഫിൽ. ഓരോന്നിനും എത്ര, അതായത് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ, നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ആരോഗ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, അങ്ങനെയുള്ള ആ ഒരു റേറ്റിങ്ങിന് വേണ്ടി കൂടെ ഞാനൊരു ചെറിയൊരു സ്ലൈഡും കൂടെ അല്ല ഒരു PT മോഡൽ തരാം. അതൊന്ന് നിങ്ങൾ സ്വയം എന്നൊന്ന് ചെയ്തു നോക്കുക. അവിടെ എവിടെയെങ്കിലും നമുക്കൊരു കുറവ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ലൈഫ് എല്ലാവർക്കും നല്ല ഹാപ്പിയോടുകൂടെ തന്നെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, സൂപ്പർ ചാർജ് ആയിരുന്നു കേട്ടോ രാവിലെ. താങ്ക് യു സുസൻ മാം. അതായത് നമ്മുടെ വിഷനും ഇന്നർ സ്ട്രെങ്തും പിന്നെ ബാലൻസ്, ഗ്രോത്ത്, പിന്നെ യൂത്ത്ഫുൾനെസ്, അത് എനിക്കത് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഐ ട്രൈ ടു മെയിൻറ്റെയിൻ മൈ യൂത്ത്ഫുൾനെസ്. അതൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സൂസൻ മാം, ഞാനത് പറയണം ശരിക്കും. പിന്നെ പിന്നെന്തായിരുന്നു, ഓപ്പർച്യൂണിറ്റി ആൻഡ് റെസിലിയൻസ്. ഇത് മഴവില്ലിന്റെ മനോഹരമായ വർണ്ണങ്ങളെ നമ്മുടെ ലൈഫിന്റെ പോയിന്റ്സുമായിട്ട്, നല്ല വാല്യൂസ് ആയിട്ടുള്ള പോയിന്റ്സുമായിട്ട് കണക്ട് ചെയ്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതിന് ഓരോന്നിനും ഓരോ കഥയും കൂടെ പറഞ്ഞത് ഇറ്റ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതൊന്ന് നമ്മളെ ഓർപ്പിച്ചെടുക്കാനും
ഫുൾ ചാർജിൽ എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പ്രസന്റ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു താങ്ക് വെരി യു മാം, മച്ച്. താങ്ക് യു യെസ് വെരി മച്ച്. യെസ്. ഓക്കെ. ഹായ് മാം. ഗുഡ് ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ വിബ്ജോർ എന്നുള്ള ചെറിയ വാക്കിലൂടെ വലിയൊരു മെസ്സേജാണ് മാമിന് തന്നത്. അത് ഓർത്തു വെക്കാനും വളരെ എളുപ്പമുണ്ടാക്കും. വളരെ ലൈവ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനേക മാം. വിനേക വിനോദ്, നല്ല മാച്ച് പേര്. നല്ല രസമുണ്ടല്ലേ? താങ്ക് യു. ആഡ് ഓൺ ചെയ്യേണ്ടവർക്ക് ആഡ് ഓൺ ചെയ്യട്ടോ. പല ഈ കണക്ഷൻ വിബ്ജിയോനെ തന്നെ വേറെ ഓരോ ടേമുകളാക്കി നമുക്ക് കൊണ്ടുപോകാലോ. ഞാൻ പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് 7 കാര്യങ്ങളിലേക്ക് കടന്നത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അൻസർ സാർ. സുഖല്ലേ? സുഖം. എന്തൊക്കെയാണ് ഇത് അവിടെ? സുഖല്ലേ? മാം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ ഈ വിബ്ജിയോറിൽ അതെ, നിന്ന്? യെസ്. ഇത് അത് ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റി പവർ കേട്ടോ. അതല്ല, ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ പറഞ്ഞാല് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഏതൊരു വിഷയം എടുത്താലും അതൊരു ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു മൈൻഡിന്റെ പവറാണ് ശരിക്കും. ഏത് വിഷയം എടുത്താലും അതിനെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്നവർക്കാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. താങ്ക് യു, എന്തായാലും താങ്ക് യു. വളരെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു ആ, എല്ലാത്തിലും. ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള എന്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് നമ്മൾ കാണുന്ന യെസ്. കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. എന്തായാലും മാം അത് വളരെ നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് എല്ലാവരുടെ മൈൻഡിലും പെട്ടെന്ന് കേറും. ഒരു ജിയർ എന്ന് പറയുമ്പോൾ ആ റെയിൻബോയിൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ കയറിയിരിക്കുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കാന്നുള്ളതും അതിൽ നിന്ന് എങ്ങനെ സക്സസ് ആക്കാന്നുള്ളതും നമ്മുടെ ക്ലാസ്സിൽ വളരെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഒരു താങ്ക് യു നല്ലൊരു അൻസർ സാർ. പ്രഭാതം കിട്ടി. താങ്ക് യു. യെസ്, എല്ലാവർക്കും നല്ല പ്രഭാതമാവട്ടെ. താങ്ക് യു. പിന്നെ മാം ഓ, മുമ്പ് ഇതുപോലെ എന്തോ മാം ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഏതൊരു ആ, ക്ലാസ്സിൽ. അതെ. ഞാനിങ്ങനെ അങ്ങനെയല്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് എടുക്കാന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് പാളിപ്പോയാലും ശരി. പക്ഷെ അങ്ങനെ ഒരു മാമിന്റെ അതെ ടോപ്പിക്കുകളൊക്കെ വെറൈറ്റിയാണ്, പേരുകളൊക്കെ വെറൈറ്റിയാണ്. അതായത് അത് നമുക്കൊരു ഇൻട്രസ്റ്റ് ടോപ്പ്. ശരിക്കും നമ്മള് ഇപ്പൊ ഫൈസൽ സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മള് ഒരു ഇത് ട്രെയിനിങ് സെഷനിൽ പോകുമ്പോഴും ടോപ്പിക് എന്താണെന്നുള്ളത് അതൊരു കാഴ്ചക്കാരെ നമ്മളിലെ അത് ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്താണെന്നൊരു ചിന്ത അവരിലേക്ക് വരുമല്ലോ. അപ്പോഴത് ശരിക്കും നമ്മൾ ചെയ്യണത് നല്ലതാണ്. പക്ഷെ ഇതിൻ്റെതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലും നല്ല നല്ല ചില ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് കേട്ട ബസ് എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ആ ടോപ്പിക്ക് കാണണം, അത് ലൈവ് കയറണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ കയറി. അപ്പോഴതാണ് അവിടെ നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു ബസ്സിനെ എന്താണ് ഒരുപാട് നല്ല വാല്യൂ പോയിന്റ്സിലൂടെ കൊണ്ടുപോയി. ഇങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സും ഉണ്ട്, ഇങ്ങനെയുള്ള വെറൈറ്റികൾ ചിന്തിക്കുന്ന ആളുകളെ. നമ്മളൊന്നും ചിന്തിക്കുന്നതിനപ്പുറം അതാണ്. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഇപ്പൊ അൻസർ സാറ് പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി വരുമ്പോഴല്ലേ അവർക്ക് എവിടെയും നല്ലൊരു സാധ്യതയാണല്ലോ. ഇതിൻ്റെതല്ല ഇത് വിബ്ജിയോറൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ അത്ര ഒരുപാട് ചിന്തിക്കേണ്ടതാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചില ടോപ്പിക്കുകൾ ഇപ്പൊ ചെണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്ത ഒരു ട്രെയിനറെ എനിക്കറിയാം. ചെണ്ട എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ സംഗതികൾ വന്നു. അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ ഉഷാറാണ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു. എല്ലാരും പറഞ്ഞു വിബ്ജിയർന്ന് കണ്ടപ്പോ എന്തായിരിക്കും എന്ന് ഇങ്ങനെ വെയിറ്റിംഗിലായിരുന്നു. എന്തായാലും ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഷജില മാം. നല്ല സെഷനായിരുന്നു. താങ്ക് യു മാം. എല്ലാവരും അത്താഴം കഴിഞ്ഞ് ഒരു റെസ്റ്റിലായിരിക്കും അല്ലേ? ഫുഡൊക്കെ കഴിച്ച്.
ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. അടിപൊളി സെക്ഷൻ ആയിരുന്നു. രാവിലെ തന്നെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കേട്ടിട്ട്. ശരി. ബിഗ് ബോർന്ന് കേട്ടപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യുവാന്ന് അറിയാം, പക്ഷെ നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് അറിയത്തില്ല. എല്ലാം നല്ല അതെ അതെ പോസിറ്റീവ്, അതെ. എല്ലാം നല്ല ആ സ്റ്റോറിയുടെ, എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു താങ്ക് യു ആതിര മാം. മാം. താങ്ക് യു. രാവിലത്തെ തിരക്കിലായിരിക്കും അല്ലേ? അതെ അതെ, രാവിലെ പോകാനുള്ള തിരക്കില്ല. പോവാനുള്ള തിരക്കിലാണ്. ഓക്കെ. Hello, ma'am. Good morning. ഹലോ. Thank you so much for your wonderful session. അടിപൊളിയായിരുന്നു. ആക്ച്വലി അത് വിഷ്വലി മാം പറഞ്ഞത് കണക്ട് ചെയ്യാൻ പറ്റി. മാം ഓരോന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കളേഴ്സ് വെച്ചിട്ട് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിഫ്ന മാം. ലിഫ്ന മാം കുറച്ച് ഇപ്പൊ വീണ്ടും കണ്ടിന്യൂസ് കയറാറുണ്ട് അല്ലേ? തിരക്കൊക്കെ കഴിഞ്ഞോ? തിരക്കെല്ലാം കഴിഞ്ഞ് റീസെന്റ് ആയിട്ട് കയറാൻ വരുന്നേ ഉള്ളൂ. ഞാൻ 2-3 ദിവസം കണ്ടു, അത് ചോദിച്ചത്. അതാണ് ഇപ്പോഴൊന്ന് വരാൻ തുടങ്ങിയതാണ്. സ്കൂളിന്റെ തിരക്കുകൾ കുറയുന്നുണ്ടാവും അല്ലേ? നമുക്ക് അടുത്തല്ലോ. അതെ. ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു ലിഫ്ന മാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിജ്യൂർ എന്ന് പറയുന്ന ആ വേർഡിൽ കൂടി വിഷൻ, ഇൻഡിഗോ, ബാലൻസ്, ഗ്രോത്ത്, യൂത്ത്ഫുൾനെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് റെഡ്, ഇതിൽ കൂടി ലൈഫിനെ കണക്ട് ചെയ്ത് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തന്ന്. താങ്ക് യു മാം, കൺഗ്രാജുലേഷൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും ഇനി അത് മറക്കില്ല. ആ ഒരു ലെവലിലോട്ട് പോയി. വിബ്ജിയോർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു റീന മാം. ഓക്കെ. സുജന മാം. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാലേ മാം? യെസ്, ആർക്കും പറയാനില്ലാന്ന് തോന്നുന്നുണ്ട്. ആഡ് ഓണുകൾ കഴിഞ്ഞോ? യെസ്, എല്ലാവരും തിരക്കിലായില്ലേ? അതെ അതെ, നമുക്ക് വൈൻഡപ്പ്. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി വിംബിളിനോടും വിംബിളിന്റെ എല്ലാ ടീമിനോടും സുജന മാമിനോടും അതിന് പിന്നിലുള്ള എല്ലാ ടീമിനോടും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഫ്ലോർ നമുക്കായിട്ട് ഒരുക്കി തന്ന ഫൈസൽ സാറിനും വിംബിളിന്റെ എല്ലാ ആളുകൾക്കും താങ്ക് യു. നല്ല കളർഫുൾ ആയിട്ടുള്ള റെയിൻബോയുടെ പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കളർഫുൾ ആക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും രാവിലെ ആശംസിക്കാം. യെസ് യെസ്, ഞാനൊരു PPTന്റെ ഇത് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ എവരിവൺ. ഓക്കെ, ബൈ ബൈ. ടുമോറോ കാണാം. സീ യു.